അപ്പോ ഈ തരത്തിൽ ഒരു ക്ഷേത്ര കേന്ദ്രിത സമൂഹം അതിന്റെ വഴിക്ക് എല്ലായിടത്തുമല്ല, ചില ഭാഗത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഒക്കെ കളിക്കാനുള്ള ഒരു ചാൻസ് പതുക്കെ ഉണ്ടായത്. ആലോചിച്ചു നോക്കൂ, കുമാരനാശാൻ എത്ര വലിയ ദീർഘദർശിയാണ്. സംസത്ത് പറയും ഋഷിയല്ലാത്തവൻ കവിയല്ലാത്തവൻ, ഋഷിയല്ലാത്തവൻ കവിയല്ല. എങ്ങനെ ഋഷിയാവാൻ പോയി എന്ന് പറഞ്ഞ മറുപടി, ഋഷിയാവുന്നത് ദർശനം കൊണ്ടാണ്. നാ അനർഷി കവി, ഋഷിയല്ലാത്തവൻ കവിയല്ല. ഋഷിശ്ചക്കില ദർശന, ഋഷിയാവുന്നതാകട്ടെ ദർശനം കൊണ്ടാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ ഗുരുവിന് കാണാൻ കഴിയാത്ത അളവിലേക്ക് അദ്ദേഹം അത് നീട്ടിക്കണ്ടു. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയിൽ അദ്ദേഹം ഈ കാര്യം ആശാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന് ആലോചിച്ചു, നമ്മുടെ ഈ തരം സമരങ്ങൾ എവിടെയാണ് എത്തിയത്? ഇപ്പോ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രവും സാമൂഹ്യ ജീവിതവും നമ്മുടെ ദൈനിക ജീവിതവും ഭക്ഷണവും എല്ലാം കൂടിച്ചേർന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ റിട്ടയർ 2 കൊല്ലായി. റിട്ടയർ ചെയ്യുന്ന ആ കൊല്ലം ഞാൻ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. 31 ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശന സമരം നടത്തുന്നു കേളപ്പനും AK ഗോപാലകൃഷ്ണനും. ഈ സമയത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ ഒരു സവർണ ജാഥ നടന്നു. ആ സവർണ ജാഥയുടെ ആവശ്യം എന്തായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചോദിച്ചു. 16 കുട്ടികളുള്ള ആ ക്ലാസ് എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാവും? എല്ലാവരും പറഞ്ഞു ക്ഷേത്രപ്രവേശനം അനുവദിക്കരുത് എന്നായിരുന്നിരിക്കും ആ ജാഥയുടെ ആവശ്യം. ആ ജാഥ നടത്തിയത് എത്രയും വേഗം ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് പറയാം. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന. പൂജാരികളായി നമ്പൂതിരിമാര് മതി എന്ന് പറയുന്നതിൽ മത്സരിക്കുകയാണ് ആര്? NSSഉം SNDP. കാരണം എന്താ കാരണം? നമുക്ക് എങ്ങനെയായാലും ആ അടിമത്തൊന്നും കൊണ്ട് വീണ്ടും കിട്ടിയാൽ ജാതിയുടെ. കാരണം ആലോചിച്ചു, നമുക്ക് അറേബ്യയിൽ പോയാൽ എന്താ, ഗൾഫിൽ പോയാൽ ഒരു സ്പോൺസർ ഉണ്ട്, ഒരു ജമ്മിയുണ്ട്. അപ്പൊ ഒറ്റ സന്തോഷം. നിങ്ങൾ വിചാരിക്കുന്നത് ആളുകൾക്ക് സ്വാതന്ത്ര്യമാണോ അടിമത്തമാണോ വേണ്ടുന്ന? എന്താ വേണ്ടത്? അല്ല, രണ്ടാമത്തെ എക്സസൈസ് ആണ്. ഇതിന്റെ അനുവാദമല്ലേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ഏതാ മനുഷ്യന് വേണ്ടത്? സ്വാതന്ത്ര്യമാണോ അടിമത്താണോ? ഞാൻ ചെറിയ ഇപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തിൽ 10 കുപ്പായവും തേച്ച് മേശപ്പുറത്തുണ്ടെന്ന് വിചാരിക്കും. ഏത് കുപ്പായം തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട് ഇല്ലേ? അത് വാസ്തവത്തിൽ പിന്നെ അവരോട് ചോദിക്കട്ടെ ഏതാ എടുക്കണ്ടേ? കാരണം ഈ സ്വാതന്ത്ര്യം വേണ്ട. ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബസ്സിൽ കയറി, ബസ്സിൽ 60 സീറ്റ് ഉണ്ട് വിചാരിച്ചു. 60 സീറ്റും കാര്യമാണ് എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സീറ്റേ കാര്യമുള്ള എന്തൊരു സുഖം. ഹോട്ടലിൽ കയറി എന്താ കഴിക്കാറുള്ളത്? അപ്പൊ ഇവൻ ഈ കാണാപ്പാടം പഠിച്ചതുണ്ടല്ലോ, ഈ മന്ത്രം എന്ത് നെയ്യപ്പൻ തൈരുവിടാം ഒരു 10 എണ്ണം പറയുമ്പോ ഒന്നുകൂടി പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു. നിങ്ങൾ ഇഷ്ടമുള്ള കൊണ്ടുവരും അറിയാം. നെയ്യപ്പമാണോ തൈരുവടയാണോ പരിപ്പോടാണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയാൽ നമുക്കത് വേണ്ട. സ്വാതന്ത്ര്യം വേണ്ട. ഞാൻ തെളിവരാം. മലയാളത്തിൽ മലയാളികളെ ഭരിക്കുന്നതിനെയാണല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയാം, അല്ലേ? അല്ലേ? ആണെന്നല്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ഭരിക്കുന്നത്? കാലിക്കറ്റ് സർവകലാശാലയിൽ 26 കൊല്ലം അധ്യാപകനായിരുന്നിട്ട് ഞാൻ മിക്ക സമയത്തും എന്റെ മേലുദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്റെ വകുപ്പ് അധ്യക്ഷന് എനിക്ക് നാളെ അവധി വേണം എന്നുള്ള കത്ത് കൊടുത്തത് ഇംഗ്ലീഷിലാണ്.
അതെന്തിനാ ഞാനങ്ങനെ എഴുതിയത്, എന്തിനാ അദ്ദേഹം അത് വാങ്ങി ഗ്രാൻഡഡ് എന്ന് എഴുതിയതെന്ന് എനിക്ക് അന്നും അവരോടൊന്നും അറിയാം. ഞാൻ അവിടെ കുറച്ചു കാലം വകുപ്പ് അധ്യക്ഷനായപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ പണ്ട് കഴിഞ്ഞൊക്കെ പോട്ടെ, ഈ അവധിക്കുള്ള അപേക്ഷ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ, കാരണം ഞങ്ങളെ ഒപ്പിടുന്ന രജിസ്റ്റർ ഇംഗ്ലീഷിലായി. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ചെന്ന് എന്റെ ഗുരുനാഥനാണ് ചാത്തറ അച്ഛനോട് പറഞ്ഞു, സർ ഞാനിത് ഈ പേജ് ഒട്ടിച്ച് മലയാളത്തില് എഴുതിക്കൊടുന്നു. അത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു ധീരകൃത്യം അതെന്ത് ആ രജിസ്റ്റർ മലയാളത്തിലാക്കി. അത് മലയാളത്തിലായി. ഞാൻ ഹെഡായപ്പോ എന്റെ സ്റ്റുഡൻസ്, എന്റെ വിദ്യാർത്ഥികൾ അവിടെ അധ്യാപകരായിട്ടുണ്ട്, എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഉണ്ട്, എന്റെ വിദ്യാർത്ഥികളുടെ സഹപ്രവർത്തകരൊക്കെ വെച്ചാൽ നമ്മളോട് എന്തെങ്കിലും വിരോധമുള്ള ആൾക്കാരല്ല, പ്രത്യക്ഷത്തിലുള്ള കാര്യം ഇപ്പൊ അങ്ങനെ അവര് പിന്നെയും ആസ് ഐ ആം സഫറിംഗ് ഫ്രം, ഞാൻ വെച്ച് ദൈവം ഇതൊന്ന് നിർത്തണം. ഞാനിത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് ഒരു മാതൃക ഉണ്ടാക്കി. പേര്, ഉദ്യോഗ പേര്, വേണ്ട അവധിയുടെ എണ്ണം, ഇതിനു മുമ്പെടുത്ത അവധിയുടെ എണ്ണം, ഇപ്പോൾ അവധി ചോദിക്കാനുള്ള കാരണം, ഒപ്പ്, അത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്റെ ചെലവിൽ എടുത്ത് യൂണിവേഴ്സിറ്റി ചെലവില്ലാതെ അവിടെ വെച്ചു. ഒരാളും കാരണം എന്താ, ഇത് ഫില്ല് ചെയ്യാനുള്ള നേരം, ഇത് പൂരിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നേരം വേണം പറ്റും. പക്ഷെ ശീലിച്ചു പോയി. വൈലോപ്പള്ളി പറയും, ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ. അങ്ങനെ ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ. എന്താണ് ശീലിച്ചത്? പഠിച്ചതേ പാടും. അപ്പൊ ചൊട്ടയിലെ ശീലം കേട്ടോ. ഞാൻ ജയരാമൻ പറഞ്ഞാണ് അറിഞ്ഞത്, പുരുഷൻ മാറ് കാണിക്കുന്നത് വലിയ അവമാനമായിട്ട് വിചാരിക്കുന്ന രാജ്യമാണത്രേ ഗുജറാത്ത്. അങ്ങനെ പോകും ഗാന്ധി എവിടെ? ലണ്ടനിലേക്ക് ചെല്ലുക. ഗാന്ധി ഹാറ്റും കോട്ടും സൂട്ടൊക്കെ ഇട്ട് ചെന്നിരുന്ന സായിപ്പായിരുന്ന സ്ഥല. അവിടെ ചെന്നപ്പോ പത്രക്കാർ ചോദിച്ചു, വാട്ട് മിസ്റ്റർ ഗാന്ധി, ഇതെന്താ ഇങ്ങനെ ഒരാൾക്ക് വേണ്ട മുഴുവൻ വസ്ത്രം ധരിച്ചില്ലല്ലോ? അപ്പൊ ഗാന്ധി പറഞ്ഞു, ഒരു 10 ആൾക്ക് വേണ്ട നിങ്ങൾ ചക്രവർത്തി ഒറ്റക്ക് ധരിച്ചിട്ടുണ്ടല്ലോ. അത് വലിയൊരു അല്ല, അത് ചോക്കൂ, 10 ആൾക്ക് വേണ്ട വസ്ത്രം ധരിച്ച് ഒരു യുദ്ധാംഗനെ കുത്തിരിക്കുന്നതിന് യാതൊരു പരിഹാസ്യതയില്ല. ഒരാളെ ചൂട് എടുക്കുമ്പോ ഞാൻ ഷർട്ടിടാതെ അവിടെ ഒന്നും ചോദിച്ചു. അവിടെ പ്രസംഗിക്കാൻ സമ്മതിക്കും. മാഷിക്ക് എന്തോ ഭ്രാന്തായിപ്പോയി തോന്നുന്നു. ഞാൻ എന്റെ ഷർട്ട് അഴിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ജയരാമനോ അല്ലെങ്കിൽ നാരായണനോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഷർട്ട് അഴിച്ചിട്ടില്ല. വല്ല ചൂടുണ്ട്. നമുക്ക് വർത്തമാനം പറയല്ലേ, വർത്തമാനം പറഞ്ഞ ഷർട്ട് കൊണ്ടു. തോപ്പിൽ ബാസിയുടെ കാല് മുറിച്ചു. അപ്പൊ അദ്ദേഹം നാടക സംവിധാനം. അപ്പൊ ഒരു സുഹൃത്ത് ചോദിച്ചു, ബാസിയേട്ടാ കാല് മുറിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നല്ല നാടകം എഴുതാൻ വലത്തെ കാല് വേണ്ട. ഇവിടെ പ്രസംഗിക്കാൻ കുപ്പായം വേണമെന്നൊരു നിയമമുണ്ട്. നിങ്ങൾ ആരും സമ്മതിക്കില്ല. ഇവിടെ നൊന്തിക്കല്ല് പുറത്താക്കിയിട്ട് നാളെ ഇവിടെ ഗുജറാത്തിൽ ഇങ്ങനെ ഗുജറാത്ത് പത്രങ്ങളിലൂടെ വരും. മലയാളത്തിന് ഏതോ ഒരു വിരാന്ത പ്രോസ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉഷ്ണിച്ചപ്പോ കുപ്പായം വെക്കാതെ ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ.